എല്ലാവർക്കും മല്ലുവുഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബസൂക്ക, കാന്താര, ലോക, മൾട്ടി തുടങ്ങിയ സിനിമകളുടെ OTT അപ്ഡേറ്റാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ആദ്യത്തെ ഡൂഡ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. മമിത ബൈജു നായികയ സിനിമയാണ് ഡൂഡ്. കഴിഞ്ഞ ദിവസമാണ് സിനിമ റിലീസിനെത്തിയത്. എവറേജ് അഭിപ്രായമാണ് ഡൂഡിന് ലഭിച്ചത്. ഇപ്പോൾ ഇതാ ഡൂഡ് സിനിമയുടെ OTT വിറ്റുപോയിരിക്കുകയാണ്. നെറ്റ്ഫ്ലിക്സ് ആണ് ഡൂഡ് സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. നവംബർ മാസം പകുതിയോടുകൂടി ഡൂഡ് സിനിമ OTTയിലെത്തും. അടുത്തൊരു അപ്ഡേറ്റ് പെറ്റ് ഡിറ്റക്റ്റീവ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നിലവിൽ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമയാണ് പെറ്റ് ഡിറ്റക്റ്റീവ്. ഷറഫുദ്ദീൻ, അനുപമ, വിനയ് ഫോർട്ട് തുടങ്ങി ഒരുപാട് പേര് പെറ്റ് ഡിറ്റക്റ്റീവിൽ അഭിനയിച്ചിട്ടുണ്ട്. നല്ലൊരു കോമഡി ത്രില്ലർ സിനിമയാണിത്. നല്ല അഭിപ്രായമാണ് സിനിമയ്ക്ക് ലഭിച്ചത്. ഇപ്പോൾ ഇതാ പെറ്റ് ഡിറ്റക്റ്റീവിൻ്റെ OTT അവകാശം ആമസോൺ പ്രൈമാണ് വാങ്ങിച്ചിട്ടുള്ളത്. നവംബർ മാസത്തിലാണ് സിനിമയുടെ റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ഭാഗ്യ 4 എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ടൈഗർ ഷറഫിൻ്റെ സിനിമയാണ് ഭാഗ്യ 4. ഈ സിനിമ ആമസോൺ പ്രൈമിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് വൾട്ടി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നല്ലൊരു ആക്ഷൻ മൂവിയാണ് വൾട്ടി. ഷേനികമാണ് സിനിമയിലെ നായകൻ. ഒരുപാട് പേർക്ക് സിനിമ ഇഷ്ടപ്പെട്ടു. തമിഴിലും സിനിമ ഓടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ ആമസോൺ പ്രൈമാണ് വൾട്ടി സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. സിനിമയുടെ റിലീസ് തീയതി പുറത്തു വന്നിട്ടില്ല. അടുത്ത വീക്ക് വൾട്ടി സിനിമ റിലീസിനെത്തുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. അടുത്തൊരു അപ്ഡേറ്റ് വേല എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഷൈനിക നായകനായ സിനിമയാണ് വേല. 2023 സിനിമ റിലീസായത്. ഇതുവരെ OTTയിൽ വന്നിട്ടില്ല. നല്ലൊരു ത്രില്ലർ സിനിമയാണ് വേല. ഇപ്പോൾ ഇതാ ആമസോൺ പ്രൈമാണ് സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. നവംബർ മാസം ഫസ്റ്റ് വീക്കോടുകൂടി വേല സിനിമ OTTയിലെത്തും. അടുത്തൊരു അപ്ഡേറ്റ് DN എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു മലയാള സിനിമയാണ്. അസ്കർ, അന്ന റജി, റായലക്ഷ്മി തുടങ്ങി ഒരുപാട് പേര് DN സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. നല്ലൊരു ത്രില്ലർ സിനിമയായിരുന്നു DN. ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. മനോരമ മാക്സിൽ ഇപ്പോൾ DN സിനിമ അടുത്ത വീക്ക് OTT റിലീസിന് ഒരുങ്ങുകയാണ്. അടുത്തൊരു അപ്ഡേറ്റ് ബസൂക്ക എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഒരുപാട് പേര് കാത്തിരിക്കുന്ന സിനിമയാണ് ബസൂക്ക. ഇതുവരെ OTTയിൽ വന്നിട്ടില്ല. ഒരുപാട് ആക്ഷൻ രംഗങ്ങൾ മമ്മൂട്ടി സിനിമയിൽ കാഴ്ചവെച്ചിട്ടുണ്ട്. അത്രയ്ക്കും ഹാർഡ് വർക്ക് എടുത്ത സിനിമയാണ് ബസൂക്ക. ഇപ്പോൾ ഇതാ C5 സിനിമയുടെ OTT പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കാലങ്ങൾക്ക് ശേഷമാണ് ബസൂക്ക OTTയിൽ വരുന്നത്. അടുത്ത വീക്ക് ബസൂക്ക OTT റിലീസ് ചെയ്യുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. അടുത്തൊരു അപ്ഡേറ്റ് രാമചന്ദ്ര ബോസ്റ്റൺകോ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നിവിൻ പോളി നായകനായ സിനിമയാണ് രാമചന്ദ്ര. 2023 സിനിമ റിലീസായത്. ഇതുവരെ OTTയിൽ വന്നിട്ടില്ല. നല്ലൊരു കോമഡി ആക്ഷൻ മൂവിയാണ് രാമചന്ദ്ര. ഇപ്പോൾ ഇതാ ആമസോൺ പ്രൈമാണ് രാമചന്ദ്രയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. ഒക്ടോബർ മാസം ലാസ്റ്റ് വീക്കിലാണ് സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ബൈസൺ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഈ ദീപാവലിക്കാണ് സിനിമ ഇറങ്ങിയത്. നല്ല അഭിപ്രായമാണ് ബൈസൺ സിനിമയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊരു തമിഴ് സിനിമയാണ്. ധ്രുവ് വിക്രമാണ് സിനിമയിലെ നായകൻ. ഇപ്പോൾ ഇതാ ബൈസൺ സിനിമയുടെ ഒഫീഷ്യൽ OTT നെറ്റ്ഫ്ലിക്സ് വാങ്ങിച്ചിരിക്കുകയാണ്. നവംബർ മാസം പകുതിയോടുകൂടിയായിട്ടാണ് സിനിമ വരുന്നത്. മലയാള വെർഷനും അന്ന് തന്നെ വരും. അടുത്തൊരു അപ്ഡേറ്റ് കിഷ്കിന്ധാപുരി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഈ സിനിമ നേരത്തെ റിലീസായതാണ്. ഹിന്ദിയിൽ മാത്രമാണ് വന്നിട്ടുണ്ടായിരുന്നത്. അനുപമയാണ് സിനിമയിലെ നായിക. ഇതൊരു ഹൊറർ മൂവിയാണ്. ഇപ്പോൾ ഇതാ C5ൽ മലയാളം വെർഷൻ വന്നിരിക്കുകയാണ്. C5ൽ ഇപ്പോൾ കിഷ്കിന്ധാപുരിയുടെ മലയാളം അവൈലബിൾ ആണ്. അടുത്തൊരു അപ്ഡേറ്റ് കർണൻ നെപ്പോളിയൻ ഭഗത് സിംഗ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ത്രില്ലർ സിനിമയാണ്. നല്ല അഭിപ്രായമാണ് സിനിമ നേടിയെടുത്തത്. സിനിമ റിലീസായിട്ട് 2 വർഷം കഴിഞ്ഞു. ഇതുവരെ OTTയിൽ വന്നിട്ടില്ല. ഇപ്പോൾ ഇതാ ജിയോ ഹോട്ട്സ്റ്റാറാണ് കർണൻ നെപ്പോളിയൻ ഭഗത് സിംഗ് എന്ന സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. യുവതാരങ്ങളാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. നവംബർ മാസം ആദ്യ വീക്കിലായിരിക്കും കർണൻ നെപ്പോളിയൻ ഭഗത് സിംഗ് എന്ന സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് തലവര എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നല്ല അഭിപ്രായമാണ് തലവര സിനിമ നേടിയെടുത്തത്. എന്നിട്ട് സിനിമ തിയേറ്ററുകളിൽ വിജയിച്ചില്ല. നല്ല സിനിമകൾ ഇറക്കിയ സമയത്താണ് തലവര വന്നത്. അതുകൊണ്ട് തന്നെ ഈ സിനിമ കാണാൻ ആരും തന്നെ വന്നില്ല. അർജുന അശോകനാണ് തലവര സിനിമയിലെ നായകൻ. ഇപ്പോൾ ഇതാ ആമസോൺ പ്രൈമാണ് തലവര സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. സിനിമയുടെ റിലീസ് തീയതി പുറത്തുവിട്ടിട്ടില്ല. ഒരു പക്ഷേ അടുത്ത വീക്കായിരിക്കും തലവര സിനിമയുടെ OTT റിലീസ്. അവസാനത്തൊരു അപ്ഡേറ്റ് ലോക എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. എല്ലാ മലയാളികളും കാത്തിരിക്കുന്നത് ലോക എന്ന സിനിമയ്ക്ക് വേണ്ടിയാണ്. തിയേറ്ററിൽ സിനിമ കണ്ടാലും OTTയിൽ ഒന്നുകൂടി കാണാൻ കാത്തിരിക്കുകയാണ്. ഇപ്പോൾ ഇതാ ജിയോ ഹോട്ട്സ്റ്റാർ ഒഫീഷ്യലായിട്ട് തന്നെ ലോക സിനിമയുടെ റിലീസ് തീയതി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഒക്ടോബർ മാസം 31 ലോക സിനിമ ഒഫീഷ്യലായിട്ട് റിലീസ് ചെയ്യുന്നത്. 7 ഭാഷകളിലായിട്ടാണ് ലോക സിനിമ ഹോട്ട്സ്റ്റാറിൽ വരുന്നത്. അത്രയ്ക്കും റെക്കോർഡിട്ട സിനിമയാണ് ലോക. കേരളത്തിൽ നിന്ന് 300 കോടി ക്ലബിൽ ഇടം പിടിച്ച സിനിമയാണ് ലോക. കല്യാണി നസ്ലിനാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ലോകയുടെ അടുത്ത പാർട്ടും വരാനിരിക്കുകയാണ്. എന്തായാലും ലോകയുടെ കാത്തിരിപ്പ്
അവസാനിച്ചിരിക്കുകയാണ്. അടുത്ത വീക്ക് തന്നെ ലോക സിനിമ OTT-യിലെത്തും. അപ്പോൾ ഇനിയും ഒരുപാട് സിനിമകൾ ഈ ആഴ്ച റിലീസ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവികൾ ഏതൊക്കെയാണ്? അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ OTTക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.